+1 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഫിസിക്സിൻ്റെ ബ്രാഞ്ചായ മെക്കാനിക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. മെക്കാനിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സ്. വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ് മെക്കാനിക്സ്. മെക്കാനിക്സിനെ പ്രധാനമായും 3 ബ്രാഞ്ചുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമ്പർ 1, സ്റ്റാറ്റിക്സ്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഒബ്ജക്ട്സ് അറ്റ് റെസ്റ്റ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സസ്. വസ്തുക്കളിൽ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുമ്പോൾ ആ വസ്തു റെസ്റ്റിലാണെങ്കിൽ അവയെക്കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സിൽ വരുന്നത്. ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ടെങ്കിലും വസ്തു റെസ്റ്റിലായിരിക്കും. അങ്ങനെയുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം, ആ വസ്തുക്കളുടെ പ്രത്യേകതകളെക്കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സിൽ വരും. കൈനമാറ്റിക്സ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സ് വിതൗട്ട് കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ. വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇവിടെ ചലനത്തിന് കാരണം എന്താണെന്ന് പഠിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വസ്തു ചലിച്ചത്, ചലിക്കാൻ കാരണമായ ഫോഴ്സ് എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അങ്ങനെയുള്ള പഠനമാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സ് വിത്തൗട്ട് കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ. ദെൻ ഡൈനാമിക്സ്. ഡൈനാമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സ് ഇൻക്ലൂഡിങ് ദ കോസ് ഓഫ് ഇറ്റ്സ് മോഷൻ. വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചും പഠിക്കുന്നുണ്ട്, ചലിക്കാനുള്ള കാരണം എന്താണെന്നും പഠിക്കുന്നുണ്ട്. അപ്പം മെക്കാനിക്സിൻ്റെ 3 ബ്രാഞ്ചുകളാണ് സ്റ്റാറ്റിക്സ്, കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. നമ്മൾ പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ കൈനമാറ്റിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സ് വിതൗട്ട് കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ. വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ച് മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നില്ല. ഇനി വസ്തുക്കളുടെ 2 സ്റ്റേറ്റുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ് റെസ്റ്റ് ആണ്. An object is said to be at rest if its position does not change with the surroundings with the passage of time. സമയത്തിനനുസരിച്ച് വസ്തുവിൻ്റെ പൊസിഷന് ചേഞ്ച് ഒന്നും വരുന്നില്ലെങ്കിൽ ആ വസ്തു റെസ്റ്റിലാണ് നമുക്ക് പറയാം. An object is said to be at rest if its position does not change with time. സമയത്തിനനുസരിച്ച് അതിൻ്റെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ആ വസ്തുവിൻ്റെ പൊസിഷന് ചേഞ്ച് ഒന്നും വരുന്നില്ല. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ബുക്ക് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ. നമ്മളൊരു മേശപ്പുറത്ത് ഒരു ബുക്ക് വെച്ചിരിക്കുന്നു. ആ ബുക്കിൽ നമ്മൾ ഫോഴ്സ് ഒന്നും പ്രയോഗിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരും ആ ബുക്കിനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നില്ലെങ്കിൽ ആ ബുക്ക് എവിടെയാണോ ഇരിക്കുന്നത് ആ പൊസിഷനിൽ തന്നെ ഇരിക്കും. ഇതാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. വസ്തുവിന് അതിന് സ്വയം മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വസ്തു എങ്ങനെയായിരിക്കും, റെസ്റ്റിലായിരിക്കും. നമ്മൾ രാവിലെ നോക്കിയാലും വൈകിട്ട് നോക്കിയാലും ഏത് ദിവസം നോക്കിയാലും ആ ബുക്കിൻ്റെ പ്ലേസിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് അതിൻ്റെ പൊസിഷനൊന്നും വ്യത്യാസം വരുന്നില്ല. അതുപോലെ സറൗണ്ടിങ്സിനെ അനുസരിച്ചും അതിൻ്റെ പൊസിഷന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പം ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി അറ്റ് റെസ്റ്റ് ഇഫ് ഇറ്റ്സ് പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം വിത്ത് ദ സറൗണ്ടിങ്സ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. ടൈമിനനുസരിച്ച് വസ്തുവിൻ്റെ പൊസിഷന് ചേഞ്ച് ഒന്നും വരുന്നില്ലെങ്കിൽ അതിന് നമ്മൾ ആ സ്റ്റേറ്റിന് നമ്മൾ പറയുന്ന പേരാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഒരു ഡെസ്ക് നോക്കാം. ആ ഡെസ്ക് ആരും തള്ളി നീക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡെസ്കിൻ്റെ പൊസിഷൻ എപ്പോഴും സെയിം ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ റൂമിലുള്ള ഒരു കട്ടിലോ മേശയോ അല്ലെങ്കിൽ നമുക്കുള്ള ഏതെങ്കിലും ഒരു ഉപകരണം, ആ ഉപകരണത്തിൻ്റെ പൊസിഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷന് ചേഞ്ച് ഒന്നും വരുന്നില്ല. സമയത്തിനനുസരിച്ചോ അതിൻ്റെ ചുറ്റുപാടുകളെ അപേക്ഷിച്ചോ അതിൻ്റെ പൊസിഷന് ചേഞ്ച് ഒന്നും വരുന്നില്ലെങ്കിൽ ആ വസ്തു നമുക്ക് റെസ്റ്റിലാണെന്ന് പറയാം. ഇനി മറ്റൊരു സ്റ്റേറ്റാണ് മോഷൻ. Body is said to be in motion if it changes its position with respect to surroundings with the passage of time. നമ്മൾ പറഞ്ഞു ടൈമിനനുസരിച്ച് ആ വസ്തുവിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിനനുസരിച്ച് വസ്തുവിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് മോഷൻ. അപ്പം ബോഡി ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ ഇഫ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. അപ്പോൾ വസ്തുവിൻ്റെ ടൈമിനനുസരിച്ച് അല്ലെങ്കിൽ സറൗണ്ടിങ്സിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റം വരുന്നു, പൊസിഷന് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ആ വസ്തു മോഷനിലാണ് നമുക്ക് പറയാം. എക്സാമ്പിൾ, എ ഫ്ലൈയിങ് ബട്ടർഫ്ലൈ. ഒരു പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ അത് എങ്ങനെയായിരിക്കും, മോഷനിലാണ്. ഓരോ സമയത്തും അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് അതിൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് മോഷനിലാണ് നമുക്ക് പറയാൻ പറ്റും.
അപ്പോൾ സമയത്തിനനുസരിച്ചോ അല്ലെങ്കിൽ സറൗണ്ടിങ്സിനനുസരിച്ചോ ഒരു വസ്തുവിൻ്റെ പൊസിഷന് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ആ വസ്തു മോഷനിലായിരിക്കും. ടൈപ്സ് ഓഫ് മോഷൻ. ഏതൊക്കെ ടൈപ്പ് മോഷൻസ് കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഒന്ന്, ട്രാൻസ്ലേഷണൽ മോഷൻ. ട്രാൻസ്ലേഷണൽ മോഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. The motion in which all the particles of a body move through the same distance in the same time is called translatory motion. വസ്തു പൂർണ്ണമായും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു നിശ്ചിത സമയത്തിൽ മൂവ് ചെയ്യപ്പെടുത്തെങ്കിൽ അങ്ങനെയുള്ള ആ മോഷൻ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ലേഷണൽ മോഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. എ കാർ മൂവിങ് എലോങ് എ റോഡ്. കാറിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ കാർ സ്റ്റാർട്ട് ചെയ്ത് വേറൊരു പൊസിഷനിലേക്ക് നീങ്ങി, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കാർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ആ കാർ എന്ന് പറയുന്ന ആ വസ്തു പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി. കാറിൻ്റെ ഒരു ടയർ മാത്രമോ അല്ലെങ്കിൽ കാറിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമായിട്ടല്ല ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നത്, കാർ പൂർണ്ണമായിട്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ ഓൾ ദ പാർട്ടിക്കിൾസ് ഓഫ് ദാറ്റ് ബോഡി മൂവ്സ് ത്രൂ ദ സെയിം ഡിസ്റ്റൻസ്. അപ്പം കാർ മൂവ് ചെയ്ത് അത്രയും ഡിസ്റ്റൻസ് കാറിൻ്റെ അകത്തുള്ള മുഴുവൻ വസ്തുക്കളും കാറിൻ്റെ മുഴുവൻ പാർട്ടും മൂവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് വസ്തു പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ള മോഷൻ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ലേഷണൽ മോഷൻ. വസ്തു ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പൂർണ്ണമായിട്ടും മൂവ് ചെയ്യുന്നു. അപ്പോൾ വസ്തുവിലെ എല്ലാ പാർട്ടിക്കിൾസും ഒരേ ദൂരമായിരിക്കും സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മോഷൻ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ലേറ്ററി മോഷൻ. എക്സാമ്പിൾ, എ കാർ മൂവിങ് എലോങ് എ റോഡ്. ദെൻ റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ മോഷൻ ഇൻ വിച്ച് ദ whole particles of a body moves along a circular path is called rotational motion. വസ്തുവിലെ പാർട്ടിക്കിൾസ് എല്ലാം ഒരു സർക്കുലർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റൊട്ടേഷണൽ മോഷൻ. വസ്തു ഒരു സർക്കുലർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അതിന് നമ്മൾ റൊട്ടേഷണൽ മോഷൻ എന്നാണ് പറയുന്നത്. റൊട്ടേഷൻ ഓഫ് എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ്. ഭൂമി അതിൻ്റെ ആക്സിസിൽ നിന്നുകൊണ്ട് കറങ്ങുന്നു. ഇത് എന്താണ്? ഒരു റൊട്ടേഷണൽ മോഷനാണ്. അപ്പോൾ ഭൂമിയിലുള്ള മുഴുവൻ പാർട്ടിക്കിൾസും മുഴുവൻ സ്ഥലങ്ങളും മുഴുവൻ വസ്തുക്കളും എന്താണ് ആ ഭൂമിക്കൊപ്പം ഒരു അതിൻ്റെ ആക്സിസിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് റൊട്ടേഷണൽ മോഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി മൂന്നാമത്തേത് ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ is a to and fro motion of the body about a fixed position. ഒരു ഫിക്സഡ് പൊസിഷനിൽ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ അല്ലെങ്കിൽ മുകളിലേക്കോ താഴേക്കോ ചലിക്കുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഓസിലേറ്ററി മോഷൻ. ഒരു ഫിക്സഡ് പൊസിഷനിൽ നിന്നുകൊണ്ട് വസ്തു ടു ആൻഡ് ഫ്രോ മോഷനിലാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓസിലേറ്ററി. അപ്പോൾ വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നില്ല, അത് ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നുകൊണ്ട് മുന്നോട്ടും പുറകോട്ടും ചലിക്കുന്നു. ഇങ്ങനെയുള്ള മോഷനാണ് ഓസിലേറ്ററി മോഷൻ. എക്സാമ്പിൾ, മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം മൂവ് ചെയ്യുന്നു ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നുകൊണ്ട് അത് ടു ആൻഡ് ഫ്രോ മോഷനിലാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഊഞ്ഞാൽ ആട്ടുന്നു. ഇത് എന്താണ്? ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് മുന്നോട്ടും പുറകോട്ടുമുള്ള ഒരു മോഷൻ, ടു ആൻഡ് ഫ്രോ മോഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് മോഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ട്രാൻസ്ലേറ്ററി മോഷനിൽ വസ്തു പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. രണ്ടാമത് പറഞ്ഞു റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ ഒരു വസ്തു ഒരു സർക്കുലർ പാത്തിലൂടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സർക്കുലർ പാത്തിലൂടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓസിലേറ്ററി മോഷൻ ആണെങ്കിൽ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് മുന്നോട്ടോ പുറകോട്ടോ ചലിക്കുന്നു. ഇതാണ് നമ്മുടെ ഓസിലേറ്ററി മോഷൻ. ഇവയുടെ എക്സാമ്പിൾസ് ഓർത്തിരിക്കാം. ഇനി 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ മോഷൻ. ഇങ്ങനെ മോഷനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ ആൻഡ് 3 ഡയമെൻഷണൽ മോഷൻ. എന്താണ് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് നോക്കാം. ഇതിന് മറ്റൊരു പേരാണ് ലീനിയർ മോഷൻ എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? 1 ഡയമെൻഷണൽ മോഷനിൽ വസ്തു ഒരു ലൈനിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഒരു ലൈനിലൂടെയുള്ള വസ്തുക്കളുടെ മൂവ്മെന്റിനെയാണ് നമ്മൾ ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ എന്താണെന്ന് നോക്കാം. ഇഫ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇറ്റ് ഈസ് കോൾഡ് 1 ഡയമെൻഷണൽ മോഷൻ. വസ്തുവിൻ്റെ ചലനം ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് 1 ഡയമെൻഷണൽ മോഷൻ. ഇഫ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇറ്റ് ഈസ് കോൾഡ് 1 ഡയമെൻഷണൽ മോഷൻ. ഇൻ ദിസ് മോഷൻ ഓൺലി 1 കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് വസ്തുവിൻ്റെ ഒരു കോർഡിനേറ്റിന് മാത്രമേ ചേഞ്ച് സംഭവിക്കുന്നു. എന്താണ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇസഡ് കോർഡിനേറ്റ് എന്നൊക്കെ പറയുന്നത് ആക്സിസുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഇവിടെ നോക്കുക, വസ്തു ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആക്സിസിലൂടെ മാത്രമേ വസ്തു ചലിക്കത്തുള്ളൂ. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം.
എ ട്രെയിൻ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ട്രാക്ക്. ഒരു സ്ട്രെയിറ്റ് ട്രാക്കിലൂടെ ഒരു ട്രെയിൻ മൂവ് ചെയ്യുവാണ്. ആ ട്രെയിൻ മൂവ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ട്രാക്കാണ്, ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കൺസിഡർ ചെയ്യാം. അത് ഏത് ആക്സിസിലൂടെ ആയിരിക്കും അപ്പോൾ അത് മൂവ് ചെയ്യുന്നത്? ട്രെയിൻ മൂവ് ചെയ്യുന്നത് എക്സ് ആക്സിസിലൂടെ ആയിരിക്കും. അപ്പോൾ ട്രെയിൻ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ മാത്രമാണ് അതിന് ചലനം ഉണ്ടാകുന്നത്. ട്രെയിൻ എക്സ് ആക്സിസിലൂടെ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഒരു ട്രാക്കിലൂടെ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ട്രാക്കിലൂടെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെന്താണ്? വൺ ഡയമെൻഷണൽ മോഷനാണ്. അവിടെ ആ ട്രെയിൻ മൂവ് ചെയ്യുന്നത് എക്സ് ആക്സിസിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ മാംഗോ ഫാളിങ് ഫ്രം എ മാംഗോ ട്രീ. മുകളിൽ നിന്ന് ഒരു മാംഗോ ട്രീയിൽ നിന്ന് ഒരു മാംഗോ ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു. ഒരു ബ്രാഞ്ചിൽ നിന്ന് നേരെ താഴേക്ക് പതിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലൊന്നും തട്ടുന്നില്ല, അത് നേരെ അതിൻ്റെ ശിഖരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, അത് ഏത് ആക്സിസിലാണ് മൂവ് ചെയ്യുന്നത്? വൈ ആക്സിസിലാണ്. സ്ട്രെയിറ്റ് ലൈനാണ്, കാരണം നേരെ മുകളിൽ നിന്ന് താഴേക്കാണ് പതിക്കുന്നത്. അത് വൈ ആക്സിസിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനാണ് നമ്മൾ പറയുന്നത് വൺ ഡയമെൻഷണൽ മോഷൻ. സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു ആക്സിസിൽ മാത്രമേ അതിന് ചലനം ഉണ്ടായിരിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള ചലനത്തിന് നമ്മൾ പറയുന്ന പേരാണ് വൺ ഡയമെൻഷണൽ മോഷൻ. ടു ഡയമെൻഷണൽ മോഷൻ, അതിന് 2D മോഷൻ നമ്മൾ പറയും. ഇഫ് എനി ടു കോർഡിനേറ്റ്സ് ഓഫ് ദ പാർട്ടിക്കിൾ ചേഞ്ചസ് വിത്ത് ടൈം ദെൻ ദ മോഷൻ ഈസ് കോൾഡ് ടു ഡയമെൻഷൻ മോഷൻ. വസ്തുവിലെ രണ്ട് കോർഡിനേറ്റുകൾക്ക് വ്യത്യാസം വരാം. ഒന്നുകിൽ എക്സും വൈയും ആയിരിക്കാം, അല്ലെങ്കിൽ വൈയും ഇസഡും ആയിരിക്കാം, അല്ലെങ്കിൽ എക്സും ഇസഡും ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും രണ്ട് ആക്സിസുകൾക്ക് അല്ലെങ്കിൽ രണ്ട് കോർഡിനേറ്റുകൾക്ക് ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഇഫ് എനി ടു കോർഡിനേറ്റ്സ് ഓഫ് ദ പാർട്ടിക്കിൾ ചേഞ്ചസ് വിത്ത് ടൈം, ഏതെങ്കിലും രണ്ട് കോർഡിനേറ്റുകൾക്ക് ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ മോഷൻ നമ്മൾ പറയുന്ന പേരാണ് ടു ഡയമെൻഷണൽ മോഷൻ. മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ പ്ലെയിൻ. അപ്പോൾ ഇവിടെ ഒരു രണ്ട് ആക്സിസ് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞതാണ് ഒരു ആക്സിസിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ രണ്ട് ആക്സിസുകളിലാണ് വസ്തു മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു പ്ലെയിൻ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്താണ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ഒരു പ്ലെയിനാണ്. ഏതൊക്കെ പ്ലെയിനുകൾ വരും? എക്സ് ആക്സിസും വരുന്നുണ്ട്, വൈ ആക്സിസും വരുന്നുണ്ട്, ഇല്ലേ? നമ്മുടെ ബുക്ക്, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്ക്, അതൊരു പ്ലെയിനാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രതലം, അതിവിടെ രണ്ട് ആക്സിസുകൾ വരുന്നുണ്ടെങ്കിൽ അതാണ് ടു ഡയമെൻഷണൽ മോഷൻ. വസ്തു ചലിക്കുന്നത് രണ്ട് ആക്സിസുകളിൽ കൂടിയാണെങ്കിൽ അതിന് നമ്മൾ ടു ഡയമെൻഷണൽ മോഷൻ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, എ ബോട്ട് സെയിലിംഗ് ഓൺ എ ലേക്ക്. ഒരു കായലിലൂടെയുള്ള ഒരു ബോട്ട് സഞ്ചരിക്കുന്നു, അത് എന്താണ്? ഒരു പ്ലെയിനാണ്. ആ ഇൻസെക്ട് മൂവിങ് ഓൺ എ വാൾ, ഏതെങ്കിലും ഒരു പ്രാണി ഒരു ഭിത്തിയിലൂടെ പോവുകയാണ്. അപ്പോൾ അത് എക്സ് ആക്സിൽ അതിന് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ വൈ ആക്സിൽ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? ടു ഡയമെൻഷണൽ മോഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഒരു പ്ലെയിനിലാണ് വസ്തുവിൻ്റെ മോഷൻ എങ്കിൽ അതിന് ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നു. അല്ലെങ്കിൽ വസ്തു ചലിക്കുമ്പോൾ അതിന് രണ്ട് ആക്സിസുകൾക്ക് വ്യത്യാസം സംഭവിക്കുന്നുണ്ട്, രണ്ട് ആക്സിസുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? ടു ഡയമെൻഷണൽ മോഷനാണ്. 3 ഡയമെൻഷണൽ മോഷൻ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ് 3D, 3 ഡയമെൻഷണൽ മോഷൻ. ഇവിടെ വസ്തുവിൻ്റെ 3 കോർഡിനേറ്റുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, അങ്ങനെ 3 ആക്സിസുകൾക്ക് ചേഞ്ച് സംഭവിക്കും. ഇഫ് 3 കോർഡിനേറ്റ്സ് ഓഫ് ദ പാർട്ടിക്കിൾ ചേഞ്ചസ് വിത്ത് ടൈം ദെൻ ദ മോഷൻ ഈസ് കോൾഡ് 3 ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ 3 കോർഡിനേറ്റ്സുകൾക്ക് ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ മോഷനെ നമ്മൾ 3 ഡയമെൻഷണൽ മോഷൻ എന്നാണ് പറയുന്നത്. ഇനി മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സ്പേസ് ഈസ് 3 ഡയമെൻഷൻ. സ്പേസിലൂടെയുള്ള വസ്തുക്കളുടെ സഞ്ചാരമെല്ലാം 3 ഡയമെൻഷണൽ മോഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നോക്കാം ഏതൊക്കെയാണ്. മോഷൻ ഓഫ് എ ഗ്യാസ് മോളിക്യൂൾസ്. നമ്മളൊരു റൂമിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്ക് റാൻഡം മോഷൻ ആയിരിക്കും ഉള്ളത്. അത് എക്സ് ആക്സിൽ മൂവ് ചെയ്യും, വൈ ആക്സിൽ മൂവ് ചെയ്യാം, ഇസഡ് ആക്സിൽ മൂവ് ചെയ്യാം. ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും അതിന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 3 ആക്സിസിലും മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്പേസിലൂടെ മൂവ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളാണ് എന്താണ് 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ബട്ടർഫ്ലൈ ഫ്ലൈയിങ് ഇൻ എയർ. ഒരു ബട്ടർഫ്ലൈ എയറിലൂടെ മൂവ് ചെയ്യും. അത് ഏത് ആക്സിലാണ് മൂവ് ചെയ്യും? എക്സ് ആക്സിൽ വേണേൽ മൂവ് ചെയ്യും, വൈ ആക്സിൽ വേണേൽ മൂവ് ചെയ്യും, ഇസഡ് ആക്സിൽ വേണമെങ്കിൽ മൂവ് ചെയ്യും. അപ്പോൾ അതിന് ഫ്രീ ആയിട്ട് സ്പേസിലൂടെ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതും എന്താണ്? ഒരു 3 ഡയമെൻഷണൽ മോഷൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മോഷൻ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ റെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി മോഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ, ഇവയുടെ എല്ലാം എക്സാമ്പിൾസ് ഓർത്തിരിക്കണം.
അപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷൻ എന്താണ്, അതുപോലെ റൊട്ടേഷണൽ മോഷൻ എന്താണ്, ഓസിലേറ്ററി മോഷൻ എന്താണ്, അവയുടെ എക്സാമ്പിൾ, അതുപോലെ 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ, ഇവയുടെ എക്സാമ്പിൾസ്. ചിലപ്പോൾ ഈ എക്സാമ്പിൾസ് തന്നിട്ട് ഇവയെ 1, 2, 3 ഡയമെൻഷനായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ടൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഭാഗം നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.